അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട ഉസ്താദുമാരി, സ്നേഹം നിറഞ്ഞ കൂട്ടുകാരി, ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഒരു കൊച്ചുകഥയാണ്. പണ്ട് പണ്ട് മുത്തുനബിയുടെ കാലത്ത് ഒരു പാവം കർഷകനുണ്ടായിരുന്നു. അദ്ദേഹം മുന്തിരിയായിരുന്നു കൃഷി ചെയ്തിരുന്നത്. ആ വർഷം നല്ല വിളവ് കിട്ടി. അതിൽ നിന്നും 3 മുന്തിരിക്കുലകളുമായി മുത്തുനബിയുടെ അടുത്തേക്ക് വന്നു. വളരെ സന്തോഷത്തോടെ അത് മുത്തുനബിക്ക് കൊടുത്തു. മുത്തുനബി അത് സ്വീകരിച്ചു. അപ്പോൾ തന്നെ അതിൽ നിന്നും ഓരോരോ മുന്തിരിയും എടുത്ത് കഴിക്കാൻ തുടങ്ങി. ചുറ്റും സഹാബത്തും കൂടെ ഇരിപ്പുണ്ട്. എന്നാൽ നബി ഒന്നുപോലും സഹാബത്തുകൾക്ക് കൊടുത്തില്ല. നബി കഴിക്കുന്നത് കണ്ട് ആ പാവം കർഷകന് സന്തോഷമായി. എന്നാൽ നബിയിൽ നിന്നും ബർക്കത്തിന് വേണ്ടി കാത്തിരുന്ന സഹാബത്തുകൾക്ക് സങ്കടമായി. നബി മുഴുവൻ മുന്തിരിയും കഴിച്ചതിൽ വളരെ സന്തോഷവാനായി ആ പാവം കർഷകൻ പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തുകളോട് പറഞ്ഞു, സഹാബത്തെ, ഞാൻ ഇതിൽ നിന്നും ഒരു മുന്തിരി പോലും നിങ്ങൾക്ക് തരാതിരുന്നത് ഇത് വളരെ പുളിയുള്ളതായിരുന്നു. ഞാൻ നിങ്ങൾക്ക് തന്നാൽ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാലോ? അതാ പാവം കർഷകൻ സങ്കടമാവില്ലേ? സഹാബത്തുകൾക്ക് കാര്യം മനസ്സിലായി. ചെറിയ കാര്യങ്ങൾക്ക് പോലും സഹജീവികളെയോ മനുഷ്യനെയോ ആരും വേദനിപ്പിക്കാൻ പാടില്ല. ഭക്ഷണം അല്ലാഹു നമുക്ക് തരുന്ന നിഅ്മത്താണ്. അതിനെ ബഹുമാനിക്കണമെന്നുമാണ് ഈ കഥയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരുന്ന പാഠം. പക്ഷേ ഈ കാര്യം മനസ്സിലാവാത്ത ചിലർ നമുക്കിടയിൽ ഇപ്പോഴുമുണ്ട്. എന്ത് കിട്ടിയാലും ഒരുപാട് കഴിച്ച് മാറി നിന്ന് കുറ്റം പറയുന്നവർ. അല്ലാഹു നമ്മളെ എല്ലാവരെയും കാക്കട്ടെ. ചെറിയ കാര്യങ്ങൾക്ക് പോലും സൂക്ഷ്മത പുലർത്തി ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ കൊച്ചുകഥ ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.